ഏപ്രിൽ 21 ലോക പുസ്തക ദിനം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 43 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡ് എന്നിങ്ങനെ അനേകം പുരസ്കാരങ്ങൾ ആടുജീവിതം നേടിയെടുത്തിട്ടുണ്ട്. 2008 ആഗസ്റ്റിലാണ് ആദ്യ പതിപ്പ് ഇറങ്ങിയത്. ഇനി കഥയിലേക്ക് കടക്കാം. നജീബ് എന്നൊരാളും ഹക്കിം എന്നൊരാളും ജോലിക്ക് വേണ്ടി ദുബായിലേക്ക് പോവുകയാണ്. വലിയ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞ് അവരെ മരുഭൂമിയിലാണ് എത്തിക്കുന്നത്. ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ അവർക്ക് കിട്ടിയില്ല. നങ്ങിയ കുബൂസ്, അത് കഴിക്കാൻ പറ്റുമോ? നജീബിന്റെ കഷ്ടപ്പാടുകൾ എഴുത്തുകാരൻ പറയുകയാണ്. എപ്പോഴും രാവിലെ അർബാബിന് ആടിൽ നിന്നുള്ള പാല് കറക്കി കൊടുക്കണം. നജീബിന് അതറിയില്ല. അതുകൊണ്ട് എപ്പോഴും അർബാബിന്റെ കൈമ നിന്ന് അടിയിട്ടു. അതുകൊണ്ട് നജീബ് അർബാബിൽ നിന്ന് കുറെ വഴക്കുകൾ കേൾക്കേണ്ടി വന്നു. നാട്ടിലാണെങ്കിൽ ഭാര്യ ഗർഭിണിയാണ്. പ്രസവിച്ചോ പ്രസവിച്ചില്ലയോ ഒന്നും നജീബ് അറിഞ്ഞില്ല. ഒടുവിൽ നജീബ് രക്ഷപ്പെടാൻ തീരുമാനിക്കും. നജീബിനും ഹക്കിമിനും കൂടെ ഒരു ആഫ്രിക്കക്കാരൻ കൂടി ഉണ്ടായിരുന്നു. ദാഹിച്ചു വന്നപ്പോൾ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ മറ്റ് അർബാബുകളെ കണ്ട് അവർ ഭയന്നോടി. അപ്പോഴാണ് ഒരു മണൽക്കാറ്റ് വീശിയടിച്ചത്. പടക്കാൻ കഴിയാതെ ഹക്കിം മണൽ തിന്നുകയാണ്. അത് ആ നോവലിലെ ഏറ്റവും ഹൃദയത്തിൽ തൊടുന്ന ഒരു കാഴ്ചയാണ്. റോഡിലെത്തി നജീബ്. കുറെ വാഹനങ്ങൾക്ക് കൈ കാണിച്ചെങ്കിലും ഒരാള് പോലും മൈൻഡാക്കിയില്ല. ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രം. നോവലിന്റെ തുടക്കത്തിൽ എഴുത്തുകാരൻ കുറിക്കുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നജീബ് ജീവിതത്തെ ചേർത്തു പിടിക്കുന്നുണ്ട്. എവിടെ പെട്ടാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിജീവിക്കണം എന്നതാണ് ഈ നോവലിന്റെ സന്ദേശം.